വാരാന്ത്യം കൊണ്ട് അവസാനിക്കുമെന്ന് പാശ്ചാത്യ ലോകം പ്രവചിച്ച പശ്ചിമേഷ്യൻ മഹായുദ്ധം 90 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആഗോള ശക്തികളെ പോലും നിശ്ചലമാക്കുന്ന കടുത്തൊരു സ്റ്റെയറിംഗ് കോണ്ടസ്റ്റ് അഥവാ പരസ്പരം കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന അതീവ നിർണായകമായ ഘട്ടത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഇറാനെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വൻ സൈനിക അധിനിവേശത്തിന് കൃത്യം 3 മാസം തികയുന്ന ഈ വേളയിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ഇറാൻ പൗരന്മാരാണ് ടെഹ്റാനിലെ വിപ്ലവ ചതുരത്തിലേക്ക് ഇരച്ചെത്തിയത്. തങ്ങൾ ആരുടെയും മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഈ കൂറ്റൻ റാലിയിലൂടെ ഇറാൻ ജനത ലോകത്തിന് നൽകിയത്. ഇറാന്റെ പരമാധികാരിയായ ആയത്തുള്ള അലി ഖമേനിയുടെ രക്തസാക്ഷിത്വത്തോടെ രാജ്യം ആഭ്യന്തരമായി തകരുമെന്നായിരുന്നു അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രധാന സൈനിക കണക്കുകൂട്ടൽ. ഖമേനിയുടെ വിയോഗം ഇറാന്റെ പ്രതിരോധ വീര്യം ചോർത്തുമെന്നും അവർ വിശ്വസിച്ചു. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ പ്രവചനങ്ങളെയെല്ലാം പൂർണ്ണമായും തകിടം മറിച്ചുകൊണ്ടാണ് ഇറാൻ ജനതയും സൈന്യവും ഇപ്പോൾ തിരിച്ചടിക്കുന്നത്. നേതൃത്വത്തിന്റെ വിയോഗം തങ്ങളെ തളർത്തിയിട്ടില്ലെന്നും മറിച്ച് അമേരിക്കൻ സഖ്യത്തിനെതിരെ കൂടുതൽ ശക്തമായി പോരാടാനുള്ള ആവേശമാണ് നൽകിയതെന്നും വിപ്ലവ ചതുരത്തിൽ അണിനിരന്ന ജനക്കൂട്ടം വിളിച്ചു പറയുന്നു. ഈ ജനകീയ റാലിയെ കേവലം ഒരു പ്രതിഷേധ പ്രകടനത്തിനപ്പുറം തങ്ങളുടെ സൈനിക കരുത്ത് വിളിച്ചോതാനുള്ള മികച്ച വേദിയാക്കി മാറ്റാനാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ശ്രമിച്ചത്. റാലിക്കിടെ ഇറാൻ സൈന്യം തങ്ങളുടെ ഏറ്റവും പുതിയതും മാരകശേഷിയുള്ളതുമായ തന്ത്രപ്രധാന സൈനിക ആയുധം ലോകത്തിനു മുന്നിൽ ഔദ്യോഗികമായി അനാവരണം ചെയ്തു. മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള 27 റജബ് എന്ന അത്യാധുനിക ഫാസ്റ്റ് അറ്റാക്ക് ബോട്ടാണ് IRGC റാലിയിൽ പ്രദർശിപ്പിച്ചത്. പേർഷ്യൻ ഗൾഫിലെ ശക്തി സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോന്ന ഒന്നായാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. അതീവ വേഗതയുള്ള ഈ പുതിയ യുദ്ധബോട്ടുകൾക്ക് ശത്രു രാജ്യങ്ങളുടെ വലിയ കപ്പലുകളെയും വിമാനവാഹിനികളെയും നിഷ്പ്രഭമാക്കാൻ സാധിക്കും. ഹ്രസ്വദൂര മധ്യദൂര മിസൈലുകൾ ഘടിപ്പിച്ച ഇത്തരം നിരവധി ബോട്ടുകൾ ഒരേ സമയം ആക്രമണം നടത്തിയാൽ അമേരിക്കൻ നാവികസേനയ്ക്ക് പോലും അത് പ്രതിരോധിക്കുക അസാധ്യമാകും. പേർഷ്യൻ ഗൾഫിലും ഹോർമൂസ് കടലിടുക്കിലും തങ്ങളെ നേരിടാൻ വരുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ നേരിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് ഈ ബോട്ടിന്റെ പ്രദർശനം വിലയിരുത്തപ്പെടുന്നത്. ഈ സംഭവവികാസങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് അതീവ രഹസ്യമായി നടന്നു വന്നിരുന്ന ബ്ലാക്ക് ചാനൽ നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച കടുത്ത നിബന്ധനകൾ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതായാണ് ചർച്ചകൾ തടസ്സപ്പെടാൻ കാരണം. തങ്ങളുടെ സൈനിക വിന്യാസങ്ങൾ കുറയ്ക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഇറാന്റെ പുതിയ സൈനിക നേതൃത്വം വിശ്വസിക്കുന്നു. ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ടതോടെ നയതന്ത്രത്തിന്റെ വാതിലുകൾ അടയുകയും തോക്കുകളുടെ ഭാഷ കൂടുതൽ ശക്തമാവുകയും ചെയ്യുകയാണ്. ടെഹ്റാനിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന സന്ദേശങ്ങൾ തികച്ചും വ്യക്തമാണ്. അവർ ഒരു ടോട്ടൽ വാർ അഥവാ സമ്പൂർണ്ണ യുദ്ധത്തിനായുള്ള അന്തിമ തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു. തങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഇസ്രയേലിന്റെ പ്രധാന നഗരങ്ങളെയും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ഒരേ സമയം ചാരമാക്കുമെന്ന ഭീഷണിയാണ് ഇറാൻ സൈനിക കമാൻഡർമാർ നൽകുന്നത്. ഈ 90 ദിവസത്തെ യുദ്ധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ രീതിയിലുള്ള ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വാരാന്ത്യം കൊണ്ട് തീർക്കാമെന്ന് കരുതിയ സൈനിക നീക്കം മാസങ്ങളോളം നീണ്ടുപോയത് കോടിക്കണക്കിന് ഡോളറിന്റെ അധിക ബാധ്യതയാണ് വാഷിംഗ്ടണിന് വരുത്തിവെച്ചത്. അമേരിക്കയിലെ ജനങ്ങൾക്കിടയിലും ഈ യുദ്ധത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. വിദേശ മണ്ണിൽ തങ്ങളുടെ സൈനികരുടെ ജീവൻ പണയം വെക്കുന്നതിനെതിരെ അമേരിക്കൻ പ്രതിപക്ഷം ഭരണകൂടത്തെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. മറുവശത്ത് ഇസ്രയേലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാൻ നടത്തുന്ന തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ സാമ്പത്തിക തലസ്ഥാനമായ ടെല്ലവീവിനെ പോലും നിശ്ചലമാക്കിയിരിക്കുകയാണ്. വിപ്ലവ ചതുരത്തിലെ റാലി നൽകുന്ന സൂചനകൾ പ്രകാരം ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ തക്ക ശേഷിയുള്ള ആയിരക്കണക്കിന് മിസൈലുകൾ ഇനിയും പ്രയോഗിക്കാൻ ഇറാൻ സജ്ജമാണ്. തങ്ങളുടെ പരമാധികാരിയെ വധിച്ചതിന് ഇസ്രയേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് IRGC ആവർത്തിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര എണ്ണ വിപണി ഈ കടുത്ത യുദ്ധത്തിന്റെ ആഘാതത്തിൽ പൂർണ്ണമായും ഉലഞ്ഞിരിക്കുകയാണ്. പേർഷ്യൻ ഗൾഫിൽ ഇറാന്റെ പുതിയ 27 റജബ് ബോട്ടുകൾ വിന്യസിക്കപ്പെടുന്നത് എണ്ണക്കപ്പലുകളുടെ സുരക്ഷിതമായ ഗതാഗതത്തിന് വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തുന്നു.
എണ്ണവില ലോക ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് കുതിച്ചുയർന്നത് ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ ആഗോള സമൂഹം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഖമേനിയുടെ മരണശേഷം ഇറാൻ കൂടുതൽ അഗ്രസീവായ ഒരു സൈനിക നയത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. ഭരണം പിടിച്ചെടുക്കാൻ പാശ്ചാത്യ ശക്തികൾ ശ്രമിച്ചെങ്കിലും സൈന്യവും ജനങ്ങളും ഒറ്റക്കെട്ടായി അതിനെ ചെറുത്തു തോൽപ്പിച്ചു. ഇറാനിലെ കടുത്ത യാഥാസ്ഥിതിക വിഭാഗവും സൈനിക ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഭരണത്തിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത് അമേരിക്കയുമായുള്ള ചർച്ചകൾ കൂടുതൽ പ്രയാസകരമാക്കും. ഈ റാലിയിലൂടെ ഇറാൻ തങ്ങളുടെ സഖ്യകക്ഷികളായ ലബനനിലെ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂത്തികൾക്കും സിറിയൻ പോരാളികൾക്കും വലിയൊരു ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത്. വൻ ശക്തിയായ അമേരിക്കയ്ക്കും ഇസ്രയേലിനും മുന്നിൽ തങ്ങൾ 90 ദിവസമായിട്ടും തളരാതെ പിടിച്ചു നിൽക്കുന്നു എന്നത് പ്രതിരോധ അച്ചുതണ്ടിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇവർ ഒരേ സമയം വിവിധ യുദ്ധമുഖങ്ങളിൽ നിന്നും അമേരിക്കൻ സഖ്യത്തിന് നേരെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ അഴിച്ചുവിട്ടേക്കാം. വാഷിംഗ്ടണിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഈ സാഹചര്യത്തെ മറികടക്കാൻ കൂടുതൽ കടുത്ത സൈനിക തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ഇറാന്റെ പുതിയ സൈനിക സജ്ജീകരണങ്ങളെ തകർക്കാൻ കൂടുതൽ അത്യാധുനിക യുദ്ധക്കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലേക്ക് അയക്കാൻ US പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരമൊരു നീക്കം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ എന്നാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. ചെറിയൊരു പിഴവ് പോലും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായേക്കാം. വിപ്ലവ ചതുരത്തിൽ കണ്ട ആ ജനസാഗരം ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. സാങ്കേതിക വിദ്യയും അത്യാധുനിക ആയുധങ്ങളും കൊണ്ട് മാത്രം ഒരു രാജ്യത്തെയും അവരുടെ ജനതയെയും അടിച്ചമർത്താൻ സാധിക്കില്ല. 90 ദിവസത്തെ കടുത്ത ഉപരോധങ്ങളും വ്യോമാക്രമണങ്ങളും നേരിട്ടിട്ടും ഇറാന്റെ ആത്മവീര്യം തകർക്കാൻ അമേരിക്കൻ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു വലിയ പൊട്ടിത്തെറിയുടെ തൊട്ടരികിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യ നിൽക്കുന്നത്. ഇസ്ലാമാബാദിലെ ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെടുകയും ഇറാൻ തങ്ങളുടെ പുതിയ 27 റജബ് ബോട്ടുകളുമായി യുദ്ധസജ്ജരാവുകയും ചെയ്തതോടെ വരും ദിവസങ്ങൾ കൂടുതൽ ചോരപ്പുഴകൾക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ്. സമാധാനത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞ ഈ സാഹചര്യത്തിൽ വൻ ശക്തികൾ തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ആഗോള ഭൂപടത്തെ തന്നെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം. യുദ്ധത്തിന്റെ 90-ാം ദിനത്തിൽ ടെഹ്റാൻ പ്രഖ്യാപിക്കുന്നത് ഒരു പുതിയ പോരാട്ട വീര്യത്തിന്റെ തുടക്കം മാത്രമാണ്.